Good morning. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ട്യൂസ്ഡേ മാർച്ച് 12. മാർച്ച് 12ന്റെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഡിസിഷനാണ്. ഡിസിഷൻ അല്ല, മേ സെന്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് ഒരു കേസ് മിക്കവാറും സുപ്രീം കോടതി റെഫർ ചെയ്തേക്കുക എന്നാണ്. എന്താണെന്ന് വെച്ചാൽ 103ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. അത് എന്താണെന്ന് വെച്ചാല് ഇന്ത്യയില് ജനറൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് 10% റിസർവേഷൻ ഗവൺമെന്റ് ജോബുകളിലും എഡ്യൂക്കേഷനിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമെന്റ്മെന്റ് ആണ് 103ാമത് അമെന്റ്മെന്റ്, 103rd അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അത് സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. അപ്പം അതാണ് പ്രശ്നം. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്ടറിലെ റെഗുലേറ്റർ DGCA, സിവിൽ ഏവിയേഷൻ സെക്ടറിലെ റെഗുലേറ്റർ ആണ് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഒരു 737 മാക്സ് 18 എന്ന് പറഞ്ഞാൽ മാക്സ് 8 എന്ന് പറഞ്ഞാൽ 737 മാക്സ് 8 737 മാക്സ് 8 എന്ന് പറയുന്നത് ഒരു ബോയിങ്ങിന്റെ ഫ്ലൈറ്റ് മോഡലാണ്. ഈ ബോയിങ് ഫ്ലൈറ്റ് മോഡൽ 737 മാക്സ് 8ന് സംബന്ധിച്ച് ചില പ്രോബ്ലംസ് ഇപ്പോൾ വേൾഡിലുണ്ട്. എന്താണെന്ന് എത്യോപ്യ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്, 157 പാസഞ്ചേഴ്സ്, അതായത് മൊത്തം പാസഞ്ചേഴ്സ് ഈ പറഞ്ഞ സെയിം ഫ്ലൈറ്റിൽ 737 മാക്സ് 8 എന്ന് പറയുന്ന ബോയിങ്ങിന്റെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എവറി പാസഞ്ചേഴ്സ് 157ഓളം പാസഞ്ചേഴ്സ് മരിച്ചു. എത്യോപ്യയിൽ ക്യാപിറ്റലായ അഡിസ് അബാബയിൽ നിന്ന് ഈ ഫ്ലൈറ്റ് പറന്നു പോങ്ങിയ ഉടനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന പോലുള്ള രാജ്യങ്ങൾ ഈ പറഞ്ഞ ബോയിങ്ങിന്റെ ഫ്ലൈറ്റ് മോഡല് തൽക്കാലം ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ 17ഓളം ഫ്ലൈറ്റുകൾ ഈ പറഞ്ഞ സെയിം മോഡലിലുണ്ട്, പല കമ്പനീസ് ആയിട്ട് യൂസ് ചെയ്യുന്ന. ഇപ്പൊ DGCA എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്ടറിന്റെ റെഗുലേറ്റർ ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോ IAAF കുറിച്ചൊരു ന്യൂസ് ഉണ്ട് സ്പോർട്സ് പേജിൽ. IAAF ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻസ്, ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻസ് IAAF, അതിന്റെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കോയ് ആണ്. സെബാസ്റ്റ്യൻ കോയ്, COE. IAAF ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻസ്. അതുപോലെ WTA വിമൻ ടെന്നീസ് അസോസിയേഷൻ, അവരാണ് വിമൻ ടെന്നീസിൽ വേൾഡ് റാങ്കിംഗ് കൊടുക്കുന്നത്. വിമൻ ടെന്നീസ് അസോസിയേഷൻ WTA 23 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് നേടിയ വുമൻ ടെന്നീസ് പ്ലെയർ ആണ് സെറീന വില്യംസ്. 23 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് നേടിയ വുമൻ ടെന്നീസ് പ്ലെയർ ആണ് സെറീന വില്യംസ്. അതിൽക്കാലം കൂടുതൽ നേടിയ ഒരാളെ ഉള്ളൂ, 24 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ്. മാർഗരറ്റ് കോർട്ട് എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ ടെന്നീസ് പ്ലെയർ ആണ്. മാർഗരറ്റ് കോർട്ട് പഴയ ടെന്നീസ് പ്ലെയർ ആണ്, ഇപ്പൊ അവരില്ല, കളിക്കുന്നില്ല. അതുപോലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി എന്ന് പറയുന്ന T20 ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ മഹാരാഷ്ട്ര കയറി എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയുടെ ഫൈനലിൽ മഹാരാഷ്ട്ര കയറി കഴിഞ്ഞു. ഇനി ഒരു ഫൈനലിസ്റ്റ് കൂടെ ആകുമ്പോൾ ടൈറ്റിൽ ക്ലാഷ് നടക്കും. അത് കഴിഞ്ഞ് അതിനടുത്ത പേജ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോ നരേഷ് ഗോയൽ, ജെറ്റ് എയർവേസിന്റെ ഫൗണ്ടർ, അതിന്റെ ചെയർമാനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. നരേഷ് ഗോയൽ ജെറ്റ് എയർവേസിലെ എല്ലാ പൊസിഷൻസും ഒഴിയാൻ പോവുകയാണ്. അതിന്റെ കാരണം ജെറ്റ് എയർവേസ് എന്ന കമ്പനി വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ആ ജെറ്റ് എയർവേസിലെ പ്രൊമോട്ടേഴ്സിൽ ഒരാളായ UAE ബേസ്ഡ് എയർലൈനായ എത്തിഹാദ് എയർലൈൻസ് ഉൾപ്പെടുന്ന ചില കമ്പനീസ് ഏകദേശം 4000ഓളം കോടി രൂപ ജെറ്റ് എയർവേസിലേക്ക് ഇൻജെക്ട് ചെയ്ത് ജെറ്റ് എയർവേസിന് റിവൈവ് ചെയ്യാൻ പോയാണ്. അപ്പൊ അത്തരൊരു സിറ്റുവേഷനിൽ നരേഷ് ഗോയൽ, ആ കമ്പനിയുടെ ചെയർമാൻ, ആ സ്ഥാനം ഒഴിയുകയാണ്. അപ്പൊ നരേഷ് ഗോയലിന്റെ ഫാമിലിയാണ് ആക്ച്വലി ഈ ജെറ്റ് എയർവേസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമ്മളെല്ലാവരും, ഞാനിത് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു, പക്ഷെ ഇത് എല്ലാ ന്യൂസ് പേപ്പറിലും വലിയ ന്യൂസ് ആയിട്ട് വന്നതാണ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്നുള്ള നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതിന് ശേഷം IBC 2016 എന്ന് പറയുന്ന നിയമം 2016ലാണ് നിലവിൽ വരുന്നത്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. അതിന്റെ എയിം എന്ന് പറയുന്നത് ബിഗ് കോർപ്പറേറ്റ്സ് എടുത്ത ബിഗ് ലോൺസ് ബാങ്കുകളിൽ ഡിഫോൾട്ട് ആകുമ്പോൾ ആ ലോൺ എത്രയും പെട്ടെന്ന് ഒരു റെസൊല്യൂഷൻ പ്രോസസ് വഴി തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് വന്നത്. അപ്പൊ ഇതിന്റെ കേസസ്, ഇതുപോലുള്ള ഡിഫോൾട്ട്
കേസസ് ഉണ്ടാവുമ്പോൾ അത് NCLT-യിലേക്ക് റെഫർ ചെയ്യാണ് സാധാരണ ചെയ്യുന്നത് നിയമത്തിന്റെ അണ്ടറിൽ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിന്റെ അണ്ടറിൽ NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിലേക്ക് റെഫർ ചെയ്യാൻ ചെയ്യുന്നത്. ഈ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതിന് ശേഷം ഉള്ള ഏറ്റവും വലിയ സക്സസ് ആണ് ഇപ്പോൾ 2 ദിവസം മുമ്പ് സംഭവിച്ചത്. SR സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് എടുത്തിരുന്ന ഏകദേശം 50,000 ക്രോർസ് റുപ്പീസ് തിരിച്ചടയ്ക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം SR സ്റ്റീലിന് NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ അഹമ്മദാബാദ് ബെഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സ് ആയ ആഴ്സലോർ മിത്തൽ എന്ന് പറയുന്ന കമ്പനി, ആഴ്സലോർ മിത്തൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത ഇന്ത്യക്കാരനായ ലക്ഷ്മി മിത്തലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ആഴ്സലോർ മിത്തൽ ഈ ആഴ്സലോർ മിത്തൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് 42,000 കോടി രൂപയ്ക്ക് ടേക്ക് ഓവർ ചെയ്യാൻ അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ബാങ്കുകൾക്ക് കുറച്ച് നഷ്ടം ഉണ്ടാകും, കാര്യം 50,000 ക്രോഡ്സോളം കിട്ടാണ്ട്, പക്ഷെ 42,000 ക്രോഡ്സിനാണ് ഇപ്പൊ അവാർഡ് ചെയ്തിരിക്കുന്നത് ലക്ഷ്മി മിത്തലിന്റെ ആഴ്സലോർ മിത്തലിന്. എന്നിരുന്നാൽ പോലും അത്രയും എമൗണ്ട് ബാങ്കുകൾക്ക് തിരികെ കിട്ടാൻ പോയാണ്. അപ്പോൾ IBC നിയമം വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ ആണ് സംഭവിച്ചത്. പിന്നെ ക്രിസിലിന്റെ ഒരു സ്റ്റഡി ഉണ്ട്. ക്രിസിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ക്രിസിൽ, ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അവരുടെ ഒരു സ്റ്റഡി പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സോളാർ എനർജി ടാർഗറ്റ് 2022 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സോളാർ പവർ പ്രൊഡക്ഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 GW ആണ്, 100 GW. പക്ഷെ അതിന്റെ 60% മാത്രമേ ഗവൺമെന്റിന് അപ്പോഴത്തേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ക്രിസിൽ കണ്ടെത്തിയിരിക്കുന്നത്. ക്രിസിലിന്റെ സ്റ്റഡിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേൾഡ് പേജ് 12 പേജിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. എത്യോപ്യയിൽ സംഭവിച്ച പ്ലെയിൻ ക്രാഷ്, അങ്ങനെ 157 പാസഞ്ചേഴ്സ് മരിച്ചു. എത്യോപ്യയുടെ ക്യാപിറ്റൽ അഡിസ് അബാബയാണ്. അഡിസ് അബാബ ആ ഫ്ലൈറ്റിന്റെ പിന്നീട് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചു. ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് വൈറ്റൽ ഇൻഫർമേഷൻ കിട്ടുന്നത്. പേര് ബ്ലാക്ക് ബോക്സ് എന്നാണെങ്കിൽ അതിന്റെ കളർ ഓറഞ്ച് കളറാണ്. അവർക്ക് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബ്ലാക്ക് ബോക്സിന്റെ കളർ എന്താണെന്ന്. അപ്പൊ അത് ഒരു ന്യൂസ് ആയിട്ട്, വലിയ ന്യൂസ് ആയിട്ട് തന്നെ വേൾഡ് പേജിലുണ്ട്. പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു എല്ലാവർക്കും അറിയാം, ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ അൾജീരിയയുടെ പ്രസിഡന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് നടക്കുന്നു. അൾജീരിയയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കാൻ പോയാണ്. അൾജീരിയയിലെ പ്രസിഡന്റ് ആണ് അബ്ദൽ അസീസ് ബൗട്ടിഫ്ലിക്ക. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അബ്ദൽ അസീസ് ബൗട്ടിഫ്ലിക്ക, BOUTEFLIKA. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ആംസ് ഇമ്പോർട്ടറാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ആയുധ ഇറക്കുമതിക്കാരൻ, ആംസ് ഇമ്പോർട്ടർ. അതിന്റെയൊക്കെ സ്റ്റഡി, 1ാമത്തെ ആംസ് ഇമ്പോർട്ടർ സൗദി അറേബ്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യ, 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ഈ സ്റ്റഡിയൊക്കെ വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്വീഡൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്സ് വെളിയിൽ കൊണ്ടുവരുന്നത് അവരാണ് അതിന്റെ റിസർച്ച് നടത്തി ആ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുവരുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ സ്റ്റഡി അനുസരിച്ച് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യയാണ്. 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇസ്രായേലിനെയും ഫ്രാൻസിനെയും US-നെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇന്ത്യയുടെ നമ്പർ 1 സോഴ്സ് ഫോർ പ്രൊക്യൂറിംഗ് ദീസ് ആംസ് ഈസ് റഷ്യ. ഇനിയിപ്പോ അടുത്ത വർഷങ്ങളിൽ റഷ്യയിൽ നിന്നുള്ള ആംസ് ഇമ്പോർട്ടിന്റെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഭയങ്കര ഹൈ വാല്യൂ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം, S-400 എയർ ഡിഫൻസ് സിസ്റ്റം, കാമോവ് 220-60 KAMOV കാമോവ് 220-60 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, AK-203 എന്ന് പറയുന്ന കലാഷ്നിക്കോവ് റൈഫിൾസ്, AK-203 എന്ന് പറയുന്ന കലാഷ്നിക്കോവ് റൈഫിൾസ്. അതുപോലെ ചക്ര 3 എന്നുള്ള പേരുള്ള ഒരു ന്യൂക്ലിയർ സബ്മറൈൻ നമ്മളെ റഷ്യയുടെ കയ്യിൽ നിന്ന് ലീസ് ചെയ്യാൻ വേണ്ടി $3 ബില്യൺ. അങ്ങനെ റഷ്യയിൽ നമ്മൾ ഒരുപാട് പർച്ചേസസ് വരുന്നത്. പിന്നെ വിജയ് ഗോഖലെ, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിജയ് ഗോഖലെയുടെ ഒരു ഫോട്ടോയും ഉണ്ട്. വിജയ് ഗോഖലെ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജ് 11th പേജിലേക്ക് പോകുമ്പോൾ
അവിടെ ഫുൾ പൊളിറ്റിക്സ് ആണ്. ഇനി അങ്ങോട്ട് ഇലക്ഷന്റെ കാലമാണ്, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ പേജിൽ ഇനി ഫുൾ പൊളിറ്റിക്സ് ആയിരിക്കും, വലുതായിട്ട് എഴുതിയെടുക്കാൻ കാണത്തില്ല. എന്നിരുന്നാലും രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ട്, അശോക് ഗെഹ്ലോട്ട്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട് ആണ്, അശോക് ഗെഹ്ലോട്ട്. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ 17th ലോക്സഭ ഇലക്ഷന്റെ പ്രചരണം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അതിനെ കുറിച്ചാണ്. അപ്പൊ അടുത്ത ലോക്സഭ എന്ന് പറഞ്ഞാൽ 17th ലോക്സഭയാണ്. ഇപ്പൊ കംപ്ലീറ്റ് ആയ ലോക്സഭ 16th ലോക്സഭയായിരുന്നു. 17th ലോക്സഭയുടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ഈ വേളയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻസിനെ കുറിച്ചും അതെങ്ങനെയാണ് ഫൈറ്റ് ചെയ്യപ്പെട്ടതിനെ കുറിച്ചും ഇപ്പോഴത്തെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിനാരിയോ എന്താണ്, ഓപ്പോസിഷൻ പാർട്ടീസിന്റെ അവസ്ഥ എന്താണ്, ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ, ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. പ്യൂർലി എ പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാല് അതാണ് നമുക്ക് ആവശ്യം. അവോയ്ഡിങ് സ്ലോ ഡൗൺ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അത് ലോകം മുഴുവനുള്ള സെൻട്രൽ ബാങ്കുകൾ, ലോകം മുഴുവനുള്ള സെൻട്രൽ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ വേൾഡിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ്. അത് കഴിഞ്ഞ വേൾഡിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക് ചൈനയുടെ സെൻട്രൽ ബാങ്ക് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. ചൈനയുടെ സെൻട്രൽ ബാങ്ക് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയനിലെ യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള 19 നേഷൻസ് ആയ യൂറോ സോൺ, യൂറോപ്യൻ യൂണിയനിലെ യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള 19 നേഷൻസ് ആണ് യൂറോ സോൺ. അവിടുത്തെ സെൻട്രൽ ബാങ്കായ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ECB, പിന്നെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവരെല്ലാവരും അവരുടെ എല്ലാ മോണിറ്ററി പോളിസീസില് ഗ്രോത്തിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആയി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോകവ്യാപകമായിട്ട് കോർഡിനേറ്റഡ് എഫേർട്ട് ഈ സെൻട്രൽ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഗ്രോത്ത് അവോയ്ഡ് എ സ്ലോ ഡൗൺ, ദേ ആർ റെഡ്യൂസിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. അപ്പം അതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. അത് നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഫെഡറൽ റിസർവിന്റെ ചീഫ് അതിന്റെ പേര് എല്ലാവർക്കും അറിയാം, ജെറോം പവൽ. ഫെഡറൽ റിസർവ് യുഎസിന്റെ സെൻട്രൽ ബാങ്ക്, അതിന്റെ ചീഫ് ജെറോം പവൽ. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ECBയുടെ ചീഫ് പിന്നീട് മരിയോ ഡ്രാഗി, DRAGHI. അതുപോലെ തേജസിനെ കുറിച്ചും കാവേരിയെ കുറിച്ചും ഒരു ന്യൂസ് ഉണ്ട്. തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്ത ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് തേജസ്. കാവേരി എന്ന് പറയുന്നത് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത എയർക്രാഫ്റ്റ് എഞ്ചിൻ ആണ്. കാവേരി ഇന്ത്യ ഡെവലപ്പ് ചെയ്ത എയർക്രാഫ്റ്റ് എഞ്ചിൻ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നേഷൻ പേജ് 7 പേജ്, അതിൽ സംഝൗത എക്സ്പ്രസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സംഝൗത എക്സ്പ്രസ് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓടുന്ന ഒരു ട്രെയിനാണ് സംഝൗത എക്സ്പ്രസ്. അതുപോലെ ടീസ്റ്റ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടീസ്റ്റ എന്ന് പറഞ്ഞൊരു ലേഡിയെ കുറിച്ചാണ്. പക്ഷെ ടീസ്റ്റ എന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ടീസ്റ്റ റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ആണ്. ടീസ്റ്റ റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ഈസ് ആൻ ഇന്റർനാഷണൽ റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ടു ഷെയർ ദ വാട്ടർ ഓഫ് ടീസ്റ്റ. ടീസ്റ്റ എന്ന് പറഞ്ഞ റിവറിലെ വാട്ടർ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ഒരു റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് ആണ് ടീസ്റ്റ റിവർ വാട്ടർ ഷെയറിംഗ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിൽ നമുക്ക് നോക്കി എഴുതിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇത് കഴിയുമ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇന്നലത്തെ ന്യൂസ് പേപ്പറിലേക്കാണ്. ഇന്നലത്തെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസും ഇന്ത്യ മുഴുവനും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോകുന്ന ന്യൂസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇലക്ഷന്റെ അനൗൺസ്മെന്റ് ആണ്. ഇന്ത്യയുടെ 17ാമത് ലോക്സഭ ഇലക്ഷൻ അനൗൺസ് ചെയ്തു. ഒബ്വിയസ്ലി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അവരാണ് ഇന്ത്യയുടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പേര് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേര് നിർവാചൻ സദൻ എന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേര് നിർവാചൻ, NIRVACHAN, നിർവാചൻ സദൻ എന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏപ്രിൽ 11-നാണ്. മെയ് 19 വരെയാണ് ഇലക്ഷൻ. ഏപ്രിൽ 11 സ്റ്റാർട്ട് ചെയ്ത് മെയ് 19 വരെ ഏകദേശം 1 മന്തിൽ കൂടുതൽ നിലനിൽക്കുന്ന ഒരു ഇലക്ഷൻ പ്രോസസ്. ഓരോ സ്റ്റേറ്റുകളിൽ ഓരോ ഡേറ്റിൽ. കേരളത്തിലെ ഡേറ്റ് ഏപ്രിൽ 23 ആണ്. കേരളത്തിലെ ഡേറ്റ് VVPATs ഉപയോഗിക്കുന്നുള്ളതാണ് ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. VVPAT നമ്മൾ ഇത്രയും കാലം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് യൂസ് ചെയ്തു, അതിപ്പോഴും ഉണ്ട്. അതിന്റെ കൂടെ കണക്ട് ചെയ്ത മെഷീനാണ് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉപയോഗിക്കുന്നു.
അതിൽ കള്ളത്തരങ്ങളെല്ലാം എന്തെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നുള്ള ഒരു സംവിധാനമാണ്. അതാണ് ഈ ഇലക്ഷൻ ഇതിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ലോക്സഭ ഇലക്ഷനൊപ്പം സൈമിൾട്ടേനിയസ് ആയിട്ട് 4 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ കൂടെ നടക്കുകയാണ്. ലോക്സഭ ഇലക്ഷനൊപ്പം സൈമിൾട്ടേനിയസ് ആയിട്ട് 4 സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്നു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം ആൻഡ് ഒഡീഷ. അത് അറിഞ്ഞിരിക്കണം വ്യക്തമായിട്ട്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം ആൻഡ് ഒഡീഷ ഈ 4 സ്റ്റേറ്റുകളിൽ ഇലക്ഷനും അനൗൺസ് ചെയ്തു. ഇലക്ഷൻ നമുക്ക് കേരളത്തിലൊക്കെ ഏപ്രിൽ 23 ഇലക്ഷൻ കഴിഞ്ഞിട്ട് മെയ് 23 വരെ കാത്തിരിക്കണം. മെയ് 23 കൗണ്ടിങ്. അത്രയും കാലം കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് സ്പോർട്സ് പേജിലേക്ക് പോകാം. സ്പോർട്സ് പേജില് നമ്മളുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആയ പ്രജ്നേഷ് ഗുണേശ്വരൻ വളരെ നല്ല പെർഫോമൻസ് ആണ് ഇപ്പൊ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനേക്കാളും മികച്ച താരങ്ങൾ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അത് അങ്ങനെ എഴുതിയിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളുടെ മികച്ച ടെന്നീസ് പ്ലെയറിന്റെ പേര് അറിയണം, പ്രജ്നേഷ് ഗുണേശ്വരൻ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ WV രാമന്റെ ഒരു ഫോട്ടോ ഉണ്ട്. WV രാമൻ ആരെന്ന് വെച്ചാല് ഇന്ത്യയുടെ വിമൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചാണ്. ഇന്ത്യയുടെ വിമൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചാണ് WV രാമൻ. മെയിൽ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചാണ് രവി ശാസ്ത്രി. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് റിവ്യൂവില് 14 പേജിൽ YV റെഡ്ഡിയുമായിട്ട് ഇന്റർവ്യൂ ഉണ്ട്. YV റെഡ്ഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പഴയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറാണ്. അതിനുശേഷം അദ്ദേഹം ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ അല്ല, ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ NK സിംഗ് ആണ്. ഈ NK സിംഗിന് തൊട്ട് മുമ്പുള്ള ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനാണ് YV റെഡ്ഡി. അദ്ദേഹം ഇപ്പൊ ഒരു ബുക്ക് എഴുതി. ആ ബുക്കിനെ കുറിച്ചാണ് ഈ ഇന്റർവ്യൂ. ആ ബുക്കിന്റെ പേരൊക്കെ ഉണ്ട്. ഇന്ത്യൻ ഫിസ്ക്കൽ ഫെഡറലിസം ബുക്കിന്റെ പേര്. YV റെഡ്ഡിയും GR റെഡ്ഡിയും ചേർന്ന് എഴുതിയ ബുക്കാണ്. YV റെഡ്ഡിയും GR റെഡ്ഡിയും ചേർന്ന് എഴുതിയ ബുക്കാണ് ഇന്ത്യൻ ഫിസ്ക്കൽ ഫെഡറലിസം. പിന്നെ സ്വിഫ്റ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സ്വിഫ്റ്റ് അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസിലും ഞാൻ സ്വിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. SWIFT, സ്വിഫ്റ്റ് എക്സ്പാൻഷൻ, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ്. പിന്നെ അതിനടുത്ത പേജ് 13 പേജിലേക്ക് വരുമ്പോൾ നിഷ ബിസ്വാളുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. നിഷ ബിസ്വാൾ, DISWAL. നിഷ ബിസ്വാൾ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് US ഇന്ത്യ ബിസിനസ് കൗൺസിലാണ്. USIBC എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ബോഡിയാണ് USIBC, US ഇന്ത്യ ബിസിനസ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് നിഷ ബിസ്വാൾ. പിന്നീട് IDBI ബാങ്കിന്റെ സിഇഒയുടെ ഫോട്ടോ ഉണ്ട്. IDBI ബാങ്കിന്റെ സിഇഒ ആണ് രാകേഷ് ശർമ്മ. IDBI ബാങ്കിന്റെ സിഇഒ രാകേഷ് ശർമ്മയാണ്. അതുപോലെ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ആണ് ഇന്ത്യ. അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇത് പത്രത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. മുമ്പ് ഞാൻ ക്ലാസ്സിലൂടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം SPR പ്രോഗ്രാം എന്ന് ഷോർട്ട് ഫോമിൽ പറയും. SPR പ്രോഗ്രാം എന്ന് വെച്ചാല് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് പ്രോഗ്രാം. അതായത് ഇന്ത്യ നമ്മള് അണ്ടർഗ്രൗണ്ടില് ഒരുപാട് പെട്രോളിയം റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇവൻച്വാലിറ്റി ഉണ്ടായാലും എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ഇപ്പൊ ഇന്ത്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എവിടേക്കാണെന്ന് വെച്ചാൽ കർണാടകത്തിലെ 2 സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളുടെ പേര് അറിഞ്ഞിരിക്കണം. മാംഗലൂർ ആൻഡ് പടൂർ. PADUR കർണാടകത്തിലാണ്. പിന്നെ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. CII ഇന്ത്യയുടെ ഒരു ബിസിനസ് ബോഡിയാണ്. CIIയുടെ എക്സ്പാൻഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്നാണ്. CIIയുടെ എക്സ്പാൻഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ ജനറൽ ആണ് ചന്ദ്രജിത് ബാനർജിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ US ഒരു ബോർഡർ വാൾ ഉണ്ടാക്കുന്നുണ്ട്. US ഒരു ബോർഡർ സീൽ ചെയ്യുന്നതിനുണ്ട്. ഒരു ബോർഡർ വാൾ ഉണ്ടാക്കുന്നത് ഏത് രാജ്യവുമായിട്ടാണ് ബോർഡർ വാൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ മെക്സിക്കോയുമായിട്ടാണ്. അതുപോലെ ഹസൻ റൊഹാനിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഹസൻ റൊഹാനി ഇറാന്റെ പ്രസിഡന്റ് ആണ് ഹസൻ റൊഹാനി. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എൻ റാമിന്റെ ഫോട്ടോ ഉണ്ട്. ചെയർമാൻ ദ ഹിന്ദു ഗ്രൂപ്പ് ഓഫ് പബ്ലിക്കേഷൻസ് ആണ് എൻ റാം. അദ്ദേഹമാണ് റാഫേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒക്കെ നടത്തിയത്. അതുപോലെ ഓഫ്സെറ്റ് ക്ലോസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓഫ്സെറ്റ് ക്ലോസ് എന്ന് വെച്ചാല്
ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് ഡിഫൻസ് ഡീലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഡിഫൻസ് ഡീലിന്റെ മിനിമം 30% ഏത് രാജ്യമാണോ ബയർ കൺട്രി ആ ബയർ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഓഫ്സെറ്റ് ക്ലോസ്. അപ്പൊ ഈ റാഫേൽ എന്ന് പറഞ്ഞ ഡീൽ അതിൽ ഓഫ്സെറ്റ് ക്ലോസ് ഉണ്ട്. അപ്പൊ അതിൽ ബയർ കൺട്രി ഇന്ത്യയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ റാഫേൽ എന്ന് പറഞ്ഞ ഫ്രാൻസിന്റെ ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ വാല്യൂവിന്റെ 30% ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഈ ഓഫ്സെറ്റ് ക്ലോസ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അനിൽ അംബാനിയുടെ കമ്പനിയെ അവർ സെലക്ട് ചെയ്ത് ഈ ഓഫ്സെറ്റ് ക്ലോസ് ഒബ്ലിഗേഷൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ കുറെ റൂമേഴ്സും ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഹിന്ദുവിൽ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ഓപ്പൺ ഫീൽഡ് കംപ്ലീറ്റ് ഇന്നലെ ഡിക്ലെയർ ചെയ്ത ഇലക്ഷനെ കുറിച്ചാണ്. ഇലക്ഷൻ നടക്കാൻ പോകുന്നതിനെ കുറിച്ചും അതില് ഉത്തർപ്രദേശ് എന്നുള്ള സ്റ്റേറ്റ് എത്രത്തോളം ക്രൂഷ്യലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ്സ് ഉള്ള സ്റ്റേറ്റ് ആണ് ഉത്തർപ്രദേശ്. എല്ലാവരും ഒക്കെ അറിയാതെ ഇന്ത്യയിലെ 80 ലോക്സഭാ സീറ്റുകൾ ഉത്തർപ്രദേശിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്ന പാർട്ടി മിക്കവാറും ഇന്ത്യ ഭരിച്ച ഹിസ്റ്ററിയാണ് ഉള്ളത്. കഴിഞ്ഞ 16ാം ലോക്സഭയിലെ ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റ്സിൽ 73 BJP വിൻ ചെയ്തത് കൊണ്ടാണ് 1984 ശേഷം 2014 30 ഇയേഴ്സിന് ശേഷമാണ് 1984 അവസാനം ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അതിനുശേഷം 2014 ഒറ്റയ്ക്ക് ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി BJPക്ക്. അത് മെയിൻലി ബിക്കോസ് ഓഫ് ദർ ട്രമൻഡസ് സക്സസ് ഇൻ ഉത്തർപ്രദേശ് ആയിരുന്നു. അപ്പൊ ഇത്തവണയും ഉത്തർപ്രദേശ് വളരെ ക്രൂഷ്യലാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ അറ്റ് ലാസ്റ്റ് എന്നാണ്. റെസൊല്യൂഷൻ അറ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ്. IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഉപയോഗിച്ച് SR സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്യൂസ് അവർ ബാങ്കിൽ തിരിച്ചടയ്ക്കാഞ്ഞതുകൊണ്ട് ആ കമ്പനിയെ തന്നെ കംപ്ലീറ്റ്ലി വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡ്യൂസറായ ലക്ഷ്മി മിത്തലിന്റെ ആഴ്സലോർ മിത്തൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഈ രണ്ട് എഡിറ്റോറിയലിൽ ഏറ്റവും പ്രധാനം സെക്കൻഡ് എഡിറ്റോറിയലാണ്. അത് കഴിഞ്ഞ് നമ്മള് നേഷൻ പേജ് 7th പേജിലേക്ക് പോകുമ്പോൾ NPPA കുറിച്ച് ന്യൂസ് ഉണ്ട്. NPPA നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. NPPA അല്ലെങ്കിൽ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഫാർമ സെക്ടറിലെ പ്രൈസ് റെഗുലേറ്റർ ആണ്. ഇന്ത്യയുടെ ഫാർമ സെക്ടറിലെ പ്രൈസ് റെഗുലേറ്റർ, വില നിർണ്ണയ അധികാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് NPPA നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി. പിന്നെ ഇന്ത്യയിലെ ഒരു പാർട്ടി വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോ സ്ത്രീ സമത്വവും നവോത്ഥാനവും ഒക്കെ പറയുന്ന പാർട്ടികളൊന്നും ചെയ്യാത്തൊരു കാര്യം, ഒഡീഷയിലെ റൂളിംഗ് പാർട്ടിയായ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററാണ് നവീൻ പട്നായിക്, അദ്ദേഹത്തിന്റെ പാർട്ടിയെ ബിജു ജനതാദൾ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡിസിഷൻ. അതുകൊണ്ട് തന്നെ അതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ലോക്സഭ ഇലക്ഷനിൽ അവരുടെ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ 33% സ്ത്രീകളായിരിക്കും. ഇന്ത്യയിൽ ഒരു പാർട്ടി ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ലോക്സഭ ഇലക്ഷനിൽ ബിജു ജനതാദൾ എന്നുള്ള പാർട്ടി എത്ര കാൻഡിഡേറ്റ്സ് നടത്തുന്നു അതിൽ 33% സ്ത്രീകൾ ആയിരിക്കും എന്നൊരു ഡിസിഷൻ ഒഡീഷയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റു പാർട്ടികൾക്കെല്ലാം എമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആരും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ തന്നെ പാർലമെന്റിൽ ലോക്സഭയിൽ 33% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാനുള്ള ഒരു ബില്ല് ഓൾറെഡി പെൻഡിംഗ് ആണ്. ഇന്നുവരെയും ഒരു പാർട്ടിയും അത് പാസ്സാക്കി എടുക്കാനുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ 33% മസ്റ്റായിട്ട് സ്ത്രീകൾ എത്തിയനായിരുന്നു. അത്തരത്തില് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ന്യൂസിനെ നമ്മൾ വായിക്കാം. ഒഡീഷയിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഒഡീഷയിൽ സ്റ്റേറ്റ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഈ ലോക്സഭ ഇലക്ഷൻ അപ്പോൾ ഒഡീഷയിൽ സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കും. സ്റ്റേറ്റ് ഇലക്ഷനിലും MLA-മാരാവാൻ വേണ്ടിയിട്ട് 33% സ്ത്രീകൾക്ക് അവർ സംവരണം കൊടുക്കാൻ പോയാണ്. അതാണ് ഏറ്റവും വലിയ ന്യൂസ്. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മളുടെ 2 ദിവസത്തെ ന്യൂസ് പേപ്പർ കഴിഞ്ഞു. ഇനി 2 ദിവസത്തെ പെൻഡിംഗ് ഉണ്ട്. ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്യാനെങ്കിൽ ചില പേഴ്സണൽ റീസൺസ് കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എന്തായാലും അത് ഉടനെ തന്നെ തീർക്കുന്നതായിരിക്കും.